എന്തെല്ലാം പറഞ്ഞാലും വേദത്തിൻ്റെ ആശയങ്ങളെ തന്നിൽ ഉദാഹരിക്കാനായിട്ട് കഴിയുന്നവർക്ക് മാത്രമേ ജ്ഞാനസിദ്ധി ഉണ്ടാകൂ. ആശയങ്ങളെ വേറൊരു ആശയം കൊണ്ട് നേരിടുന്ന സ്വഭാവമാണ്. ആത്മാവ് എന്തിനാണ് അത് വന്നിട്ട് അത് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന രൂപത്തിൽ വാച്യാർത്ഥമായിട്ടല്ല ഇതിരിക്കുന്നത്. ഇത് നമ്മുടെ എല്ലാവരുടെയും നിത്യാനുഭവമായിരിക്കുന്ന ഒരു രഹസ്യം, അതീവ രഹസ്യം എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. രഹസ്യം എന്നാണ്. ഇങ്ങനെ രഹസ്യമായിരിക്കുന്ന ഇതിനെ, ഗുപ്തം ചെയ്തിരിക്കുന്ന ഇതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. മഹത്തുക്കൾ എന്താണ് ചെയ്യണം? ഇതിനെ ഒരാവരണം കൊണ്ട് മറിഞ്ഞിരിക്കേണ്ടത്. ഏത്? ആത്മാ. വേറെ ഒന്നുമില്ല, തൻ്റെ സ്വരൂപം. നമുക്കിപ്പോൾ ആർക്കും ഉണരാനോ കാണാനോ ഒന്നും സാധിക്കാത്ത വിധം ഒരാവരണം കൊണ്ട് മൂടിയിരിക്കുക. പക്ഷെ ഈ ആവരണം നീക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഗുരുവാണ്. ഗുരു വേദാന്ത ശാസ്ത്രങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ ആവരണത്തെ മാറ്റി അതിൻ്റെ ഉള്ളതുപോലെ നമ്മളെ അറിയിക്കും. അപ്പോൾ ഗുരു വേദാന്ത ശാസ്ത്രങ്ങൾക്ക് മാത്രമേ ഇതിന് സാധിക്കൂ. അല്ലാതെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചോ ഊഹിച്ചോ ചിന്തിച്ചോ തർക്കിച്ചോ ഒന്നും സാധ്യമല്ല. ഇത് കേവലം ശ്രുതി പറഞ്ഞ രൂപത്തിൽ ഇതിനെ ധരിക്കാൻ ശേഷിയുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. ഇപ്പം നമ്മളാരും അങ്ങനെയുള്ള ആളുകളായി മാറാൻ അശക്തരാണ്. കാരണം നമ്മുടെ മനസ്സ് രാഗദ്വേഷ മതമത്സരങ്ങൾ കൊണ്ട് മലിനമാണ്. മാലിന്യം നീക്കിയിട്ട് നന്മ വരുത്തുവാൻ നിത്യം ഗുരുപാദം പിൻവീഴുന്നു. രാമഹരജയിൽ പാടുന്നത്. അപ്പം മാലിന്യം എന്ന് പറയുന്നത് എന്താണ്? അജ്ഞാനത്തിൽ ഉടലെടുത്തിരിക്കുന്ന ഒരു സംസ്കാരമാണ്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ചേച്ചി? പക്ഷെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നെ താനായിട്ട് ഉണരാൻ അറിയാൻ സാധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. ഇതിന് അജ്ഞാനം. തന്നെ ഉണരാൻ സാധിക്കുന്നില്ല. ഉണരാൻ സാധിക്കാത്തതുകൊണ്ട് ദേഹമാണ് ഞാനെന്ന് ഇരിക്കുക. ഉണരാൻ സാധിക്കാത്തതുകൊണ്ടാണ്. തന്നെ ഉണരാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ ദേഹമാണ് ഞാനെന്നുള്ള അജ്ഞാനം അറ്റുപോയത്. ഇപ്പോൾ ചേച്ചിക്ക് വേണമെങ്കിൽ ചോദിക്കാം, ദേഹമാണെന്ന് ഞാനൊന്നും ഞാൻ പറയുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെയുള്ള സംസാരം എന്ന് ചോദിച്ചാൽ പറയണം. ദേഹമാണ് ഞാനെന്ന് പറയണ്ട. അത് ഈ സംബന്ധിച്ച് വരുന്ന വ്യവഹാരങ്ങളെല്ലാം ഈ ദേഹാത്മബുദ്ധിയിലിരുന്നാണ്. അതാണ് ഈ സംസ്കാരം. ഇതാണ് ഒരു സംസ്കാരമാണ്. ഈ അജ്ഞാനത്തിൽ കുരുത്ത സംസ്കാരത്തിലിരുന്ന് നമ്മൾ ഈ ലോകത്തെ നോക്കുമ്പോൾ ഈ ലോകം അന്യമായിട്ട് തൻ്റെ മനസ്സിനെ മലിനപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇരിക്കുന്നത്. മനസ്സ് ശുദ്ധമാവുന്നില്ല, അന്ധക്കരണ ശുദ്ധം വരുന്നില്ല. അന്ധക്കരണ ശുദ്ധി വരണമെങ്കിൽ നേരായിട്ട് ഇതിനെ ദർശിക്കണം. വാസ്തവത്തിൽ ഇതെല്ലാം എന്താണ്? താൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് എല്ലാമായിട്ടിരിക്കുന്ന അർജുന എന്ന് കൃഷ്ണൻ പറഞ്ഞില്ലേ? എല്ലാമായിരിക്കുന്നത് ഈ ഞാൻ തന്നെയാണ് അർജുന. പക്ഷെ അർജുനന് വേറെ വേറെ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ചിലരോട് പ്രിയം ചിലരോട് വിരോധം ഒക്കെ വന്നത്. ചിലരോട് പ്രിയവും ചിലരോട് അപ്രിയവും ഒക്കെ വന്നത് ഇതെല്ലാം ഞാനെന്ന് അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ ഇതെല്ലാം ഞാനാണെന്ന് അറിയണമെങ്കിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവിനെ ദർശിക്കണം. ആ പരമാത്മാവിനെ ദർശിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്ന് പറഞ്ഞ ഈ അജ്ഞാനം ഇവിടെ നീങ്ങിയാൽ കരുതലാമൃഗം പോലെ താൻ ആരെന്ന് വെളിവാകും. ഇത് സമാധി അവസ്ഥ എന്നൊക്കെ പറയുക. അങ്ങനെ സമാധി അനുഭവിച്ചറിഞ്ഞ മഹത്തുക്കളാണ് നമ്മുടെ പൂർവാചാര്യന്മാരായിരിക്കുന്ന ഇവരെല്ലാം. ഇവർ പറയുന്നത് ബാദരായണൻ തൊട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന എല്ലാ മഹർഷിമാരും എല്ലാ മഹത്തുക്കളും ഈ രൂപത്തിൽ തെളിഞ്ഞവരാണ്. എന്തിനാണ് വ്യത്യാസം നമ്മളിൽ നിന്ന്? രണ്ടുപേരും ആത്മസ്വരൂപങ്ങളാണ്. എല്ലാ ആത്മസ്വരൂപങ്ങളാണ്. സർവത്ര ആത്മമയം എന്നാണ് പറയുന്നത്. പക്ഷെ ചിലര് പറഞ്ഞില്ലേ, അജ്ഞാനികളായിട്ട് തന്നെ ഇരിക്കുന്നു. അജ്ഞാനി അഭ്യാസി ആരോടെ നേരത്തെ പറഞ്ഞില്ലേ? അത് അവർ പറഞ്ഞു തന്നു, ഈ രീതിയിൽ നീ അഭ്യസിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. ഏത് രീതിയിൽ?
അറിയുന്ന കാര്യങ്ങൾ അറിവല്ല, അറിയുന്നത് അറിവിനന്യമാണ്. ഇതെല്ലാം അറിയപ്പെടുകയും കാണപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഇത് എന്തായാലും അറിവിൽ നിന്ന് വിലക്ഷണമാണ്. ഇത് അറിവിനൊരു വിഷയവുമാണ്, അല്ലേ? അങ്ങനെ നോക്കാൻ പറഞ്ഞു. നീ നോക്ക്. അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ ഇത് ഇതായാൻ തുടങ്ങും, പിരിയാൻ തുടങ്ങും. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇതും അജ്ഞാനത്തിൻ്റെ ഇതിലെ കൂടെ തപ്തായ പിണ്ടം പോലെ ഇരിക്കുകയാണ്, ഒന്നായിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഗുരുനാഥൻ ആവരണത്തെ മാറ്റുന്ന വിധം പറയുകയാണ്. ആവരണത്തെയാണ് മാറ്റുന്നത്. അതിന് ആദ്യമായിട്ട് ഉപദേശിച്ച് ഈ അറിവും ഇതും രണ്ടാണെന്നും ഇതിൽ കേവലം തോന്നലാണിതെന്നും അറിവിൽ തോന്നിയതാണ് ഈ ദേഹാദി പ്രപഞ്ചമെന്നും ഇതൊക്കെ നമ്മളുടെ അജ്ഞാനത്തിലിരുന്ന് ഉണ്ടായ സംസ്കാരത്തിന് ഇത് സത്യമല്ല. ഇത് അതുകൊണ്ടാണ് യുക്തിക്കൊന്നും ഇവിടെ വലിയ കാര്യമില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണവും ഇത് തന്നെ. നമ്മുടെ യുക്തി എവിടെ നിന്നാണ് ഉണ്ടായി വന്നത്? എവിടെ നിന്നാണ്? അറിവില്ലായ്മയിൽ നിന്ന്. അറിവില്ലായ്മയിൽ നിന്ന് വന്ന ഈ ഒരു യുക്തിയോ ഈ ഒരു സംസ്കാരമോ കൊണ്ട് ഈ അജ്ഞാനം മാറില്ല. അജ്ഞാനത്തിന് പോഷണമാണ് എല്ലാം. അതുകൊണ്ടാണ് ഈ കർമ്മങ്ങളും ഇതെല്ലാം പറഞ്ഞിട്ട് മഹത്തുക്കൾ പറഞ്ഞ് ഇതെല്ലാം അജ്ഞാനത്തെ വർദ്ധിപ്പിക്കാനേ സാധിക്കൂ. തന്നെ കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് താൻ മാറും. തന്നെ അറിയാൻ ഇത് പര്യാപ്തമല്ല. അതുകൊണ്ട് ഇതിന് അവർ വിചാരമാണ് പറയുന്നത്. വിചാരം, ആ വിചാരത്തെ ഇവിടെ കൊണ്ടുവരാൻ. വിചാരം എന്ന് വെച്ചാൽ ഏകാന്തത്തിൽ ഈ ശ്രുതി പറഞ്ഞ ആശയങ്ങളെ നല്ലതുപോലെ വിശ്വസിച്ച് ധരിച്ചുകൊണ്ട് ഈ രൂപത്തിൽ ഇതിനെ നോക്കിക്കാണും. ഏതിനെ? ഈ ലോകത്തെ നോക്കിക്കാണും. ചേച്ചിയുടെ ലോകം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എല്ലാമാണ്. ഈ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം ലോകമാണ്. ഇതാണ് ലോകം. ഈ ലോകം എങ്ങനെ നമ്മളിപ്പോൾ നോക്കിക്കാണുന്നത്? ഈ ലോകത്തെ അറിവില്ലായ്മയിൽ ഇരുന്ന് നോക്കിക്കാണുക. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അറിവില്ലായ്മ നിമിത്തം ദുഃഖത്തിലകപ്പെട്ട് ഇപ്പം ചെറിയൊരു ദുഃഖം ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. വീണ്ടും വീണ്ടും ദുഃഖത്തിൻ്റെ വലിയ മഹാകയത്തിലേക്ക് സഞ്ചരിച്ച് ചെന്ന് വീഴുകയാണ് ഈ ജീവന്. ജീവൻ ആരാണ്? യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവനാണ്. ജീവാത്മാവായിരിക്കുന്നില്ലേ? അതിന് പറ്റിയിരിക്കുന്ന ഒരു വിഷമത്തെയാണ് ഇവിടെ ശ്രുതി എടുത്ത് പറയുന്നത്. കാരണം ഈ ജീവനെ ഉദ്ധരിക്കണം. ഈ ജീവൻ അനാദിയായിട്ട് ദുഃഖിക്കുന്നു. ഈ ജീവൻ ഒരു സ്വാതന്ത്ര്യവുമില്ല. മഹത്തുക്കൾ പറഞ്ഞു, അതിനെ കണ്ടുപിടിച്ച് മഹത്തുക്കൾ പറഞ്ഞു കേവലം അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കാൻ കാരണം. അറിവ് കൊണ്ട് ഇതിനെ മാറ്റാനും പറ്റും. അങ്ങനെയുള്ള അറിവെന്ന് പറഞ്ഞാൽ ഏതാണ്? തന്നെക്കുറിച്ചുള്ള അറിവ്. മറ്റ് പാഠങ്ങൾ പഠിക്കുന്ന പോലെ സയൻസോ മറ്റോ ഭൂമിശാസ്ത്രമോ ഒന്നുമല്ല. തന്നെക്കുറിച്ചുള്ള അറിവ്. തന്നെപ്പറ്റി പറയുന്ന ശാസ്ത്രങ്ങളുടെ പേരാണ് ജ്ഞാനശാസ്ത്രങ്ങൾ. ആ ജ്ഞാനശാസ്ത്രങ്ങൾ എന്താണ് പറയുന്നത്? തന്നെ പറ്റിയാണ് പറയുന്നത്. പലതരത്തിൽ ശാസ്ത്രങ്ങൾ കാണാം. കർമ്മകാണ്ഡത്തിൽ ശ്രുതികളുണ്ട്, ഉപാസനാകാണ്ഡത്തിൽ ശ്രുതികളുണ്ട്. കർമ്മകാണ്ഡത്തിനെയാണ് ഈ പറയുന്ന പുരാണമൊക്കെ കർമ്മകാണ്ഡ ശ്രുതികളാണ്. അതിലെങ്ങനെയാണ് ഇത് കാണിക്കുന്നത്? വേറൊരാളിനെ കാണിച്ചിട്ട് ആ ആളിന് വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാണിക്കും. പക്ഷെ അത് തന്നിൽ ഉദാഹരിച്ച് അറിയണമെന്നും പിന്നീട് പറയും. മനസ്സിലായോ? ഇതാണ് നമ്മളെ ജ്ഞാനത്തിലൂടെ അവർ ബോധിപ്പിക്കുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ മറന്നിരിക്കുന്ന ഈ എന്താ പറയുക, അവർ പറയുന്നത് മൂഢാത്മാക്കളെ എന്നാണ് പറയുന്നത്. അവരെ തന്നെ ഉണർത്തുന്നതാണ്. തന്നെ ഉണർത്തും. അത് തന്നെ ഉണരുന്ന വിധത്തിലാണ് അതിരിക്കുന്നത്. അതിന് വേണ്ടത് എത്രയേ ഉള്ളൂ? ഈ അജ്ഞാനജന്യമായിരിക്കുന്ന സംസ്കാരത്തിന് സനാതന സംസ്കാരം കൊണ്ട് ഇല്ലാതാക്കണം. സനാതന സംസ്കാരത്തിൽ ഒന്നാണ് ഇത് നമ്മൾ പറഞ്ഞില്ലേ, സ്വാമി എന്ത് പറഞ്ഞു? ഇത് ഞായറാഴ്ചകളിലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. എന്ത് ചെയ്യാൻ പറ്റില്ലെന്ന്, ഗൃഹസ്ഥന്മാരാണെന്നും ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ടെന്നും ഒക്കെ അറിയാവുന്ന സ്വാമി എന്ത് ചെയ്തു?
ഒരു ഞായറാഴ്ച നിങ്ങൾ ഇവിടെ വന്ന് എല്ലാവരും കൂടെ ഒത്തുചേരൂ, എന്നിട്ട് പിന്നെ വീട്ടുകാരെ നാട്ടുകാരെ ഒന്നും പറയരുത്. അത് നമ്മുടെ മറ്റേ സംസ്കാരമല്ലേ. നമ്മുടെ അറിവില്ലായ്മയെ കുറിച്ച സംസ്കാരത്തെ പാടെ നിഷേധിച്ച് നിന്ന് ഒരു പുതിയ സംസ്കാരം പഴകാനായിട്ടൊരു സ്ഥലമായിട്ടാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം മറന്നു, പൂർവ്വം എല്ലാം മറന്നുകളെ, മുമ്പുള്ളതെല്ലാം മറന്നുകളെ. ഗേറ്റിന് ഇപ്പുറം കിടക്കുന്നതിന് ആ ഗേറ്റിന്റെ വെളിയിൽ വെച്ചിട്ടൊക്കെ കയറാവുന്നൊരു നിർദ്ദേശമാണ് ഞങ്ങൾക്ക് തന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം ഇത് പറയാനുള്ള വെമ്പൽ ചിലപ്പോൾ കൂടുതലായിരിക്കും. ഈ ലോകകാര്യങ്ങളൊക്കെ പറയാനേ, രാഷ്ട്രീയം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. അപ്പം അതെല്ലാം നമ്മുടെ അജ്ഞാന സംസ്കാരത്തിലിരുന്ന് കുരുത്തു വന്നിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുകയും ഈ സംസ്കാരത്തിനെ മാറ്റാനുള്ള പരിശ്രമമാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ഓർമ്മിക്കുകയും അതിനുവേണ്ടി ശ്രുതിശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് നല്ലതുപോലെ കേൾക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് നോക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇതിൽ വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഈ അജ്ഞാനജന്യമായ ഈ സംസ്കാരം ഇല്ലാതായി പോകും. ഇതാണ് സനാതന സംസ്കാരം. ഈ സനാതന സംസ്കാരം പൂർവ്വകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഹിന്ദുക്കളെന്നൊക്കെ പറഞ്ഞ് വന്നതിന് കാരണം പറയുന്നത് കേട്ടിട്ടില്ലേ? അറിയാമോ? ഹിന്ദുക്കളൊരു ജാതിയല്ല. സിന്ധു നദീ തീരത്ത് ധ്യാന ജപാദികൾ ചെയ്ത് കഴിഞ്ഞ ഒരു കൂട്ടം ആളുകൾ, ഒരു സംസ്കാരത്തിൽ എങ്ങനെ പഴകിയ ഒരു കൂട്ടം ആളുകൾ, ഇതിനെയാണ് സിന്ധുക്കളെന്നോ ഹിന്ദുക്കളെന്നോ ഒക്കെ പിന്നീട് പറഞ്ഞു. ആര്യന്മാർ, ദ്രാവിഡന്മാർ, ഇതൊക്കെ പൂർവ്വകാലങ്ങളിൽ ഇത് ഇങ്ങനെ ഒരു സംസ്കാരത്തിലൂടെയാണ് ജീവിതം നയിച്ചിരുന്നതെന്ന് കാണും. അത് പിന്നീട് പാശ്ചാത്യരുടെ നുഴഞ്ഞുകയറ്റവും അഭിനിവേശവും കൊണ്ട് അത് നശിച്ചുപോയി. ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകളുടെ ഇടയിൽ ഇത് ഇല്ലാതായിപ്പോയി. പക്ഷെ അത് ഇല്ലാതാക്കാൻ, പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഒന്നിനും സാധിക്കില്ല എന്ന് മഹത്തുക്കൾ പറയുന്നു. കാരണം എന്താണ്? അത് നമ്മുടെ ജീവശ്വാസം പോലെ അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഇത് അങ്ങനെ തന്നെ നിൽക്കും. ഒരു പൂർണ്ണമായി നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. മറ്റ് സംസ്കാരങ്ങൾ ഇവിടെ കൊണ്ട് അവർ ഇറക്കിയതാണ്. നമ്മളതിൽ വിശ്വസിച്ചുകൊണ്ട് പെരുമാറുകയാണ് വിഷയം. അതുകൊണ്ട് നമുക്ക് എന്ത് ലാഭം? ഒരു ലാഭവും ഇല്ല. നഷ്ടങ്ങളുടെ ഒരു കോടി നഷ്ടങ്ങളാണ്. എന്തിനാണ് നമ്മൾ വന്നത്? എവിടെ നിന്നാണ് വന്നത്? എന്താണ് നമ്മുടെ ഉദ്ദേശം? എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതെല്ലാം നമ്മൾ മറന്നവരാണ്. എന്തുകൊണ്ട്? അവരെ കണ്ട് പഠിച്ചതാണ്. മറ്റേ അങ്ങനെ അല്ലായിരുന്നു. ഇന്ന് വന്നു, അവരുടെ ആ ഒരു സംസ്കാരം പഴകി അങ്ങനെ ഒരു ജീവിതം നയിച്ചു. അവരെല്ലാം മുക്തന്മാരായി പോയതായിട്ടാണ് നമുക്ക് പൂർവ്വ കഥകളും സംസ്കാരവും ഒക്കെ പറയണത്. ഇങ്ങനെ ഒരു സനാതന സംസ്കാരം നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഭാരതത്തെ കണക്കാക്കപ്പെടുന്നത്. നമുക്കും മറ്റവർക്കുമായിട്ടുള്ള എന്ത് വ്യത്യാസമെന്ന് ചോദിക്കുകയാണെങ്കിൽ മഹത്തുക്കൾ പറയുന്നത് നമുക്കറിഞ്ഞൂടാ. മഹത്തുക്കൾ പറയുന്നത് ഇവിടെ തൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാനുള്ള രൂപത്തിലുള്ള ഒരു സംസ്കാരമാണ് ഇവിടെ നിലനിൽക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ അതില്ലെന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ഭൂതാനവും പാടിയില്ലേ, ഭാരതഖണ്ഡത്തിൽ പിറന്നൊരു മാമുനിക്കും നമസ്കാരം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോണത്. അത്രയ്ക്ക് സവിശേഷമാണ് പോലും ഭാരത ഭൂഖണ്ഡം. അതിനെപ്പറ്റിയൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ജമ്പു നദിയുടെ പറ്റിയൊക്കെയുള്ള വർണ്ണനകളുണ്ട്. അതൊക്കെ എന്തിനാണ് നമ്മളിത് പറയുന്നതെന്ന് അറിയാമോ? ഈ സംസ്കാരം ഇവിടെയാണ് ഉണ്ടായതും ഇവിടെയാണ് നിലനിൽക്കുന്നത്. ഈ സംസ്കാരത്തെ നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പാശ്ചാത്യ ശക്തികൾ നിൽക്കുന്നത്. കാരണം ഇങ്ങനെ എല്ലാവരും റിഫൈനായി പോയാലേ ചില ആളുകളുടെ താല്പര്യങ്ങൾ നടക്കില്ല. രാഷ്ട്രീയം പോലും ഇതിനെ കത്തിവെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, അല്ലേ? ചേച്ചി നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ ഇതാണ് നമ്മുടെ യഥാർത്ഥ സംസ്കാരം. ഇത് എന്തിനു പഴകേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പറയുന്ന അജ്ഞാനത്തിൽ കുരുത്ത സംസ്കാരം വളർന്ന് പന്തലിച്ച് ഇതായിപ്പോയി. എല്ലാം മൂടിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഉള്ള തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് അത് പഴകേണ്ടത്. ഇതിനെന്താണ് ചെയ്യാനുള്ളത്? രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മളിൽ ഇപ്പോൾ കുരുത്തിരിക്കുന്ന ഈ അജ്ഞാന സംസ്കാരത്തെ നമ്മൾ തന്നെ ഇത് കൊള്ളൂല എന്ന് ഉപേക്ഷിക്കണം. ഇതല്ല, ശ്രുതികൾ ഇങ്ങനെയല്ല പറയുന്നത്, ശ്രുതിശാസ്ത്രങ്ങളും ഗുരുക്കന്മാരും ഇങ്ങനെയല്ല ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ
ദൃഢമായി മനസ്സിൽ ചിന്തിച്ചു വെക്കണം. എന്നിട്ട് ഈ നൂതനമായ, ഇത് നൂതനമല്ല, ഇതാണ് നമ്മുടെ യഥാർത്ഥ സംസ്കാരം. ഇതിൽ ഉറപ്പിച്ചുറപ്പിച്ച് വരണം. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടും ഇത് മാറില്ല. ഇങ്ങനെ നിരന്തരം ശീലിച്ച് വരുന്നവർക്ക് ഈ സംസ്കാരം മാറി യഥാർത്ഥ സംസ്കാരം, ആ സനാതന സംസ്കാരത്തിൽ അവർ നിലയുറപ്പിക്കും. ഇവരെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. അവർക്ക് എങ്ങനെയാണ്, നമുക്കിപ്പോൾ ഒരു തീ കുണ്ടം കണ്ടാൽ അതിൽ എടുത്ത് ചാടാൻ തോന്നുമോ? എന്തുകൊണ്ട്? നമ്മുടെ ബുദ്ധി നിശ്ചയമുണ്ട്, അത് ചാടിക്കഴിഞ്ഞാൽ ആപത്താണ്, അത് പിന്നെ ദോഷം ചെയ്യും, ശരീരം വെത്തു പോകും, അല്ലേ? ഇത് ആരുടെ നിശ്ചയമാണ്? ബുദ്ധിയിൽ ആ നിശ്ചയം ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ ചാടുന്നു. ഇനി ഈ നിശ്ചയം ഇല്ലാത്തവർ ചാടൂല്ലേ? ചാടും. ഇതുപോലെയാണ് ഇപ്പൊ നമ്മൾ പഴകുന്ന ആ സംസ്കാരം വെച്ചുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ആവും ജ്ഞാന സംസ്കാരം പഴകിയ. അതുകൊണ്ട് അജ്ഞാനത്തിൽ കുരുത്ത, അതിൽ രാഗദ്വേഷ മതമത്സരങ്ങൾക്ക് അജ്ഞാനത്തിൽ കുരുത്ത സംസ്കാരമാണ്. അത് വെളിപ്പെടുമ്പോൾ ഉടനെ തന്നെ കൺട്രോൾ ചെയ്യും, അത് കൺട്രോൾ ഇടും. അത് പാടില്ല. ഉള്ളിൽ നിന്ന് തന്നെ ഒരാൾ പറയും അയ്യോ അത് വേണ്ട ഇങ്ങനെ പോണ്ട. നമ്മൾ ഈ പറഞ്ഞത് തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ട് ബധ കൊല്ലുന്നു നീ ചിലരെ നാരായണായെന്ന് കേട്ടിട്ടില്ലേ? ഈ അഹംബുദ്ധി എന്ന് പറയുന്നത് വേറൊന്നുമില്ല, അതൊരു ഈ പറഞ്ഞ അജ്ഞാനത്തിൽ കുരുത്തൊരു സംസ്കാരം. ഇതിനെയാണ് നമ്മൾ മാറ്റം വരുത്താറുള്ളത്. ഇങ്ങനെ മാറ്റം വരുത്തിയാൽ മാത്രം പോരാ, നമ്മൾ ഈ വേദങ്ങൾ ഇതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ലപോലെ കേൾക്കുകയും ചിന്തിക്കുകയും വേണം. അങ്ങനെ വരുന്നവർക്ക് പതുക്കെ ഈ അജ്ഞാന സംസ്കാരം നീങ്ങി അജ്ഞാനത്തിലേക്ക് ഇത് വരും. അങ്ങനെ ജ്ഞാനം അവിടെ ഉള്ളത്, അല്ലാതെ ഒരു നിമിഷം കൊണ്ടൊന്നും അല്ല ഇത്. നമ്മളിൽ ഇരിക്കുന്നത് അത്രയും ബേസ് എന്താണെന്ന് ചോദിച്ചാൽ അജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആശയങ്ങളൊന്നും ഇവിടെ അംഗീകരിക്കപ്പെടുന്നില്ല. ഞങ്ങൾ കൈവല്യ നവനീതം പഠിപ്പിക്കാൻ ആരംഭിച്ച സമയത്ത് ചിദാനന്ദ സ്വാമി പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ഇന്ന് വരെ പഠിച്ചതും നിങ്ങൾക്ക് അറിയാവുന്നതും ആയ എല്ലാ കാര്യങ്ങളും മറന്നു കളയും. നമുക്ക് മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഒരു തർക്കമോ വേറെ ഒരു ഇതോ വരാൻ പാടില്ല. കേൾക്കുക, കേവലം കേൾക്കുക എന്ന് പറയുന്നത്. ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്തിനാണ്. ഇതുവരെ നിങ്ങൾ പഠിച്ചതും മനസ്സിലാക്കിയതും നിങ്ങൾക്ക് അറിയാവുന്നതുമായ എല്ലാ കാര്യത്തിനെയും നിങ്ങൾ മറന്നു കളയാൻ പറഞ്ഞു. എന്തിനാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായ? മറ്റേ ഇതിനെല്ലാം ആർഗ്യുമെൻ്ററി ഒരു നേച്ചറിൽ മനസ്സ് നിൽക്കും ഇതിൻ്റെ പുറകെ. അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് ഈ മനസ്സ് നിൽക്കും. മനസ്സെന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഇതിൽ നിന്ന് നമ്മളെ പിടിച്ച് മാറ്റുന്നതാണ്. ഈ ജ്ഞാനത്തിലേക്ക് വരാൻ സമ്മതിക്കില്ല, ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഈ വൃത്തികൾ, മനസ്സെന്ന് പറഞ്ഞ വൃത്തികൾ, ആ വൃത്തികളുടെ കാരണം എന്താണ്? ആ വൃത്തി എവിടെ നിന്ന് ഉദിച്ചിരിക്കുന്നു? അജ്ഞാനത്തിൽ നിന്ന് ഉദിച്ചിരിക്കുക. കാരണം പറഞ്ഞു, അജ്ഞാനത്തിൽ നിന്ന് അവിവേകത്തിൽ നിന്ന് അഭിമാനത്തിൽ നിന്ന് രാഗദ്വേഷാദികൾ. രാഗദ്വേഷം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിൽ കുരിച്ചിരിക്കുക. അപ്പം ഇത് നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വൃത്തികളെ ഉപശമിപ്പിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വന്നാൽ, അതാണ് വൃത്തിരഹിതമായി മനസ്സ് മാറിയ ജ്ഞാനം അപ്പോൾ തന്നെ കരുതലാമലകം പോലെ സിദ്ധമായി വരുമോ. അങ്ങനെയാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയുന്നത് വാച്യാർത്ഥം ഇല്ല, വാച്യാർത്ഥത്തിലല്ല ഇരിക്കുന്നത്. ഇതെല്ലാം ലക്ഷ്യമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അത് വേറെ ഒന്നുമല്ല, തന്നിൽ ഉദാഹരിച്ച് അതിനെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. അല്ലെങ്കിലും മനസ്സിലാക്കാം, വാദിക്കാനോ തർക്കിക്കാനോ അന്യരോട് ജയിക്കാനോ ഒക്കെ ആയിട്ട് ഇത് പഠിക്കുന്നവരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് പഠിക്കേണ്ട ഏതിനാണ്? തന്നിൽ ഉദാഹരിച്ച് ജ്ഞാനമടയാണ്. ആ ജ്ഞാനം കൊണ്ട് എന്താണ് ഗുണം? ഈ ജനനമരണ സംസാര ദുഃഖത്തിൽ നിന്ന് എന്നേക്കുമായി മോചനം ഉണ്ടാവും. ജനിക്കുക മരിക്കുക എന്നുള്ളത് സമുദ്രത്തിൽ തിര വരുന്നു, പൊങ്ങുന്നു, കുറച്ചു നേരം നിൽക്കുന്നു, അതില്ലാതാവും. ഇതുപോലെയാണ് ജനനം. ഒരു തിര ഉണ്ടായില്ലേ, അതുപോലെയാണ് ജനിക്കുന്നത്. അത് കുറച്ചു നേരം മൂവ് ചെയ്തില്ലേ, അതുപോലെയാണ് ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് തീരത്തടിച്ച് ഇല്ലാതായി, നശിച്ചു. ഇങ്ങനെ
ഇതൊരു കടലിലും കല്ലോലങ്ങൾ പോലവേ വന്ന് പോനത് എപ്പടി എൻ്റെ എത്ര കോടാനുകോടി ജന്മങ്ങൾ ഓരോരുത്തരും എടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ശ്രുതി പറഞ്ഞുകൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ ഒക്കില്ല. കള്ളം പറയില്ല. ശ്രുതി ഒരിക്കലും കള്ളം പറയില്ല. അതാണ് ശ്രുതിയുടെ ഒരു പ്രത്യേകത. അതേസമയം മനുഷ്യർ പറഞ്ഞാൽ കള്ളം പറയും. എപ്പോഴും പ്രമാണത്തെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഒരിക്കലും കള്ളം പറയില്ല. അതുമാത്രമല്ല, കാകമേ കറുത്തിടൊന്നും ശ്രുതി പറയില്ല. കാക്കയുടെ നിറം കറുപ്പാണെന്നും പറയില്ല. കാര്യം എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യത്തിൽ പറയണം. അപ്പൊ പറയുമ്പോൾ ഒരു അലൗകികമായൊരു തത്വത്തെ പറയുകയാണെന്ന് ആദ്യം ധരിക്കണം. നമ്മൾ കാണും പോലെയോ വിചാരിക്കും പോലെയോ ഉള്ള ഒന്നല്ലെന്നും, പക്ഷെ നിരന്തരം അതുമായിട്ട് മനസ്സിനെ സംബന്ധപ്പെടുത്തിയാൽ ഇതിൻ്റെ അർത്ഥം തെളിഞ്ഞു വരും. പതുക്കെയാണ്. ചില കാലങ്ങളെടുക്കും. നമ്മുടെയൊക്കെ അനുഭവം കൂടെയാണ് പറയുന്നത്. വേറൊന്നുമില്ല, നമ്മൾ ആദ്യം കേട്ടതല്ല കാര്യങ്ങൾ. പക്ഷെ കേൾക്കാതിരിക്കാനും തരവില്ല. നിരന്തരം കേട്ട് ഒരേ കാര്യം തന്നെ കേട്ടു. റിപ്പീറ്റേഷൻ, ആവർത്തന വിരസതയുണ്ട് ഇതിന് ഒരുപാട്. ആവർത്തന വിരസത അല്ലാതെ വേറെ എന്ത് പറയാതിരിക്കും. ശ്രുതിക്ക് എന്തെങ്കിലും വേറെ പുതിയതായിട്ട് വല്ലതും പറയാനുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ പറയുകയെ, സ്വാമി നമ്മുടെ ഗുരുദേവനോട് അങ്ങനെ തർക്കിച്ച് പോയവരുണ്ട്. ഇന്ത്യൻ സാറൊക്കെ പൊക്കളെ, സാറേ ഇതല്ലേ പറഞ്ഞത്, അതുകൊണ്ട് കഴിച്ച് പൊക്കളെ, വേറെ ഒന്നുമല്ല. ചേച്ചി അതാണോ പറഞ്ഞത്? പറയുന്നതെല്ലാം വാച്യാർത്ഥത്തിലാണ് അങ്ങനെ, പക്ഷെ ലക്ഷ്യാർത്ഥത്തിൽ എങ്ങനെയാണെന്നുള്ളത് അനുഭവിച്ചറിയുന്നവരെ കേൾക്കണം. രാമായണം ചേച്ചി കർക്കിടകത്തിൽ വായിക്കാറുണ്ടല്ലോ. ചേച്ചി പറയണം, കഴിഞ്ഞ കർക്കിടകത്തിൽ ഈ കർക്കിടകത്തിൽ വായിക്കുന്നില്ല. വായിച്ചല്ലോ. മാത്രമല്ല അതിലെന്തിനു പറയണേ, രാമനും സീതയും ഒരു രാവണനും എല്ലാം നമുക്കറിയാമല്ലോ. അറിഞ്ഞൂടെ? രാമൻ സീതയെ ഉപേക്ഷിച്ചു, വനത്തിൽ ഇതായി, അങ്ങനെ എല്ലാം അറിയില്ലേ? പിന്നെ എന്തിനാ വായിച്ച് കേൾക്കണത്? ഒരു പറയണത് ഇതിനകത്ത് അനുസ്യൂതമായിരിക്കുന്ന ഒരു ലക്ഷ്യാർത്ഥമുണ്ട്. അത് നമുക്ക് ഗ്രാസ്പ് ആവണമെങ്കിൽ, നമുക്കത് ഗ്രഹിക്കണമെങ്കിൽ നിരന്തരം മനസ്സിനെ ഇതിൽ സംബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമേ പറയില്ല. അരണി കടയും പോലെ എന്ന് പറയും. അരണി കടയുന്ന എങ്ങനെയാണെന്നറിയാം? പണ്ട് കാലത്ത് തീപ്പെട്ടി ഇല്ലായിരുന്നു. ഇവരിതിനെ തങ്ങളിൽ ഉരയ്ക്കുമ്പോൾ തീയുണ്ടാവും. ഇതുപോലെ മനസ്സിൽ ശ്രുതിയെ സംബന്ധപ്പെടുത്തി വന്ന് ജ്ഞാനം ഉണ്ടാവണം. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു കാലം അത് എങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ പൂർവ്വജന്മാർജിതമായ പുണ്യത്തിൻ്റെ വൈഭവം കൂടെ ഇതിൽ കണക്കിലെടുക്കും. നമ്മൾ എത്ര പുണ്യം ചെയ്തുവോ ആ പുണ്യത്തിനനുസരിച്ച് ഇതിൻ്റെ കാലദൈർഘ്യം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് സ്വാമി ഞാൻ ഇതൊക്കെ ചെയ്തു, ഒന്നും നടന്നില്ല സ്വാമി എന്ന് പറഞ്ഞ് സ്വാമി വഴക്ക് പറയുന്നവരുമുണ്ട്. സ്വാമി പറയും, യു ഡു ഇറ്റ്, ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കൂ, ഞാൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കൂ. ഞങ്ങളോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, മരണപര്യന്തം നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞോളൂ. ശരീരം ഇരിക്കുന്നത് വരെ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞോളൂ. ഏതുവരെ ചെയ്യണം സ്വാമി എന്നാണ് ചോദ്യം. പഞ്ചാക്ഷരി ജപിക്കണം. എത്ര പ്രാവശ്യം പറയണം സ്വാമി? അതിന് ജപിച്ചോളൂ എന്ന് പറയും. 108 1008 ഇതൊക്കെ ചോദിക്കുന്നവരോട് ഒന്നും പറയാനില്ല. കാരണം എന്താണ്? ഈ ജപിക്കേണ്ടതിൻ്റെ ആവശ്യം പോലും ഈ മനസ്സിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. മനസ്സ് ശുദ്ധമായാൽ പിന്നെ ഒന്നിൻ്റെ ആവശ്യവുമില്ല. മനസ്സ് ശുദ്ധമായാൽ സംസ്കാരം മാറി, നമ്മൾ ജ്ഞാന സംസ്കാരത്തിലേക്ക് വന്നു എന്നാണ് അർത്ഥം. എല്ലാവരോടും കരുണ, ദയ, സ്നേഹം. അത് എങ്ങനെ? ഉപാധിയില്ലാതെ. മറ്റേ ഉപാധിയിലുള്ള സ്നേഹം എല്ലാവർക്കും ഉണ്ട്. മക്കളോട് സ്നേഹം ഇല്ലാത്ത അമ്മമാരില്ല. പക്ഷെ അതിന് സ്നേഹം എന്നല്ല പറയുന്നത്, അത് അതിൻ്റെ വികാരം എന്നാണ് പറയുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ നിസ്തുലമായ സ്നേഹം, അത് ഈശ്വരൻ തന്നെയാണ് ഇത് പറയണത്. ഭക്തുക്കൾ പറയുന്ന ആ സ്നേഹം, ആ പ്രേമം, അവർ പ്രേമമെന്നൊരു വാക്കി കൂടെയാണ് അത് പറഞ്ഞത്. കൃഷ്ണന് രാധയ്ക്കും കൃഷ്ണനും തമ്മിലുള്ള ഒരു സ്നേഹത്തെ, പ്രേമത്തെ അവിടെ കൊണ്ടുവന്ന് കൊള്ളിച്ചു. എന്തിനാണ് യഥാർത്ഥത്തിൽ? അത് ഒരു ദൈവികതയാണത്, അല്ലാതെ അതിന് വേറെ ഒന്നുമല്ല. മറ്റേ സ്നേഹങ്ങളെല്ലാം എന്തു പറയും? വെറും വൈകാരിക പ്രകടനങ്ങൾ. ആ കൊച്ചു തന്നെ, ആ പ്രിയപ്പെട്ട പുത്രൻ തന്നെ
ഒരു ദിവസം തിരിച്ചു നിന്നാൽ ഉടനെ തന്നെ അവനെ കൊല്ലണമെന്നായി അല്ലേ? പക്ഷേ അല്ലേ? അപ്പോൾ എന്താ സ്നേഹം? അത് അതാണോ സ്നേഹം? അപ്പോൾ അതിനെയാണ് ഉപാധി സ്നേഹങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. നിരുപാധികമായ സ്നേഹം, ഇതാണ് നിസ്തുല സ്നേഹം. ക്രിസ്തുവിനെ കാണിച്ചിട്ട് ഇവർ പറഞ്ഞ ഇതാണ്. നമ്മുടെ ഈ കൃഷ്ണൻ്റെ പറഞ്ഞില്ലേ, രാധയോടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, സ്നേഹത്തെ പറ്റി, പ്രേമത്തെ പറ്റിയൊക്കെ ഇതിനെ ഒന്ന് കാണിച്ചാണ്. കാരണം ഈ ജീവൻ നിസ്തുലമായിട്ട് ആ മനസ്സിൻ്റെ ശുദ്ധി അടഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്നേഹത്തിൽ ഈ ജീവൻ വന്ന് ചാടും. വാസ്തവത്തിൽ അതാണ് അതിൻ്റെ പ്രകൃതം. സാധുവാണ്, എല്ലാവരോടും ഇരക്കമാണ്, എല്ലാവരോടും സ്നേഹമാണ്. മനസ്സിൻ്റെ ഖനമങ്ങ് മാറി, ഇതാണ് അഹങ്കാരം, അതങ്ങ് മാറി. ശുദ്ധമായി, മനസ്സ് ശുദ്ധമായി. അങ്ങനെ മനസ്സ് ശുദ്ധമായി കണ്ടവരാണ് ജ്ഞാനികൾ. അവരനുഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ആനന്ദം, പരമാനന്ദത്തിൽ മുങ്ങി എങ്ങനെ കഴിയും. അവർക്ക് വറീസയില്ല, അവർ പൂർണ്ണരായി. അവർക്ക് ലോകത്തെ ഒരു വിഷയങ്ങളും അവരെ ദുഃഖിപ്പിക്കില്ല. എല്ലാം അവർക്ക് ആനന്ദപ്രദമായിട്ട് തന്നെ ഇരിക്കും. ഇതാണ് അവരും നമ്മളുമായിട്ടുള്ള വ്യത്യാസം, ഈ ജ്ഞാനം അടഞ്ഞവരും ഈ അജ്ഞാനികളുമായിട്ടുള്ള വ്യത്യാസം. അതെന്തുകൊണ്ടെന്ന് ചിന്തിച്ചിട്ട് അവർ തന്നെ പറഞ്ഞു, അവർ ഈ പറഞ്ഞ കണക്ക് ഉപാധിയല്ല സ്നേഹിക്കുന്നത്, ആ ഉപാധിയിലൂടെ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇപ്പൊ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? ഉഷയ്ക്ക് ഇഷ്ടം ആരോടെയാണ്? ഉഷ വേണമെങ്കിൽ ഇങ്ങനെ പറയോ, എൻ്റെ മോളെ കൊച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. വേദം സമ്മതിക്കില്ല കേട്ടോ. വേദം എന്ന് പറഞ്ഞാൽ ആരെന്നറിയാം? സത്യമായിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്ന ഈശ്വരൻ. അത് വേദമായിട്ടിരിക്കണം, സമ്മതിക്കില്ല. ആ രൂപത്തിലും ഉഷ സ്നേഹിക്കുന്ന ഉഷയെ തന്നെയാണ്. കാരണം പക്ഷെ അത് വഴി എവിടെയാണ് ഈ സ്നേഹം നിൽക്കുന്നത്? തന്നിലേക്കാണ്. അതാണ് വാസ്തവം. അതുകൊണ്ടാണ് പറഞ്ഞത് ലോകത്ത് ഒരു വസ്തുക്കളും പറഞ്ഞു. അതൊരു കഥയോ ആ ചേച്ചി ഓർമ്മിച്ച് വെച്ചേക്കാണ്. ആ കഥ കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരിക്കൽ ഒരിടത്ത് ഒരു പ്രളയം ഉണ്ടായി, ഭയങ്കര പ്രളയം. പ്രളയത്തില് ഒരു കുടുംബം, ആ കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, ഒരു കുട്ടി, ഇതാണ് അവരുടെ കുടുംബം. കുറച്ച് പണവുമുണ്ട്. അതുവരെ സമ്പാദിച്ച കുറച്ച് സ്വർണവും പ്രമാണവും വീടിൻ്റെ പ്രമാണങ്ങളും ഒക്കെ വെച്ചൊരു ഒരു ട്രങ്ക്, ഇത്രയായിട്ടുമാണ്. അപ്പോൾ ഇയാൾ വിചാരിച്ചു രക്ഷപ്പെടണമെന്ന് തോന്നിയപ്പോൾ അയാൾ വിചാരിച്ചു ഇവരെല്ലാം കൊണ്ട് ഈ നദി നീന്തി അക്കരെ കടക്കാം. അങ്ങനെ ഇവരെല്ലാവരെയും കൂടെ പിടിച്ചുകൊണ്ട് നദി നീന്താനായിട്ട് ആരംഭിച്ചു. ഈ സ്വർണവും പണവും ഒക്കെ വെച്ചിരുന്ന ട്രങ്ക് മുതുകിൽ വെച്ച് ഒരു കയ്യിൽ ഭാര്യയെ ഒരു കയ്യിൽ മോനെ പിടിച്ചുകൊണ്ട് നീന്താൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈ കിഴപ്പ് പോലെ തോന്നി. അപ്പം ആദ്യം മുതുകിലിരുന്നതിനെ എടുത്ത് തള്ളിക്കളഞ്ഞു. എന്നിട്ട് വീണ്ടും നീന്തിയപ്പോൾ കൈ കഴിച്ചു, കയ്യിൽ നിന്ന് തള്ളി. വീണ്ടും മറ്റേ കൈ കഴിച്ചു, അതും തള്ളി. അത് രണ്ടിലും ഭാര്യയും മക്കളുമായിട്ട് ഇരിക്കുക. എന്നിട്ട് വീണ്ടും അയാൾ നീന്തി അങ്ങ് ഒരു കരയിൽ കയറി ചെന്നപ്പോൾ അത് വേറൊരു രാജ്യമായിരുന്നു. ആ രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പം രാജാവിനെ വിവരം അറിയിച്ചു, ഏതോ ചാരന്മാർ നമ്മുടെ രാജ്യത്ത് കടന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? രാജാവിനോട് ചോദിച്ചു. രാജാവ് പറഞ്ഞു അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ കടന്നു കയറി ഇയാൾ മാത്രമേ ഉള്ളൂ, മറ്റവരെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു പോയി കഴിഞ്ഞു. രാജാവിൻ്റെ അടുത്ത് ചെന്നു. രാജാവ് പറഞ്ഞു ഇവനെ പൊതിരെ അടിക്കാൻ പറഞ്ഞു. അന്ന് ചാട്ടവാർ വെച്ചുള്ള അടിയാണ്. ഈ അടിയൊക്കെ കൊള്ളുന്നുണ്ടെങ്കിലും അവർ കണ്ണും മൂക്കും ഇങ്ങനെ പൊത്തിക്കൊണ്ടാണ് കൊള്ളുന്നത്. അങ്ങനെ കൊണ്ടുകൊണ്ട് അവരങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മോചിതനായി വന്നപ്പോൾ ഇയാൾക്ക് കണ്ണിനൊരു അസുഖം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഈ കണ്ണെടുത്ത് കളയണം, അല്ലെങ്കിൽ ദോഷം ചെയ്യുമെന്ന്. അങ്ങനെ ഇയാൾ കണ്ണെടുത്ത് കളയുന്നു. ഇത് പൊതുവെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായെന്ന് ചോദിച്ചാൽ, ആദ്യം ഇയാൾക്ക് പ്രിയപ്പെട്ട വസ്തുക്കളായിരുന്നവരാണ് ഇതെല്ലാം. ആദ്യം പ്രിയപ്പെട്ടത് ഏതായിരുന്നു? പണമായിരുന്നു. അത് മുതുകിൽ വെച്ചിരിക്കുകയാണ്. അതിനെ ആദ്യം കളഞ്ഞു. രണ്ടാമത് ഭാര്യ, മൂന്നാമത് കുഞ്ഞ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ നീന്തി അവിടെ കയറിയപ്പോഴെന്താണ്, രാജാവ് അടിക്കാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഇയാൾക്ക് ഇന്ദ്രിയങ്ങളാണ് അയാൾ പൊത്തിപ്പിടിച്ച്, കണ്ണ് മൂക്ക് ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച ഇയാൾ. എന്നിട്ട് അടി വാങ്ങി. ഒടുവിൽ ഒരു കണ്ണിനൊരു കേട് വന്നപ്പോൾ കണ്ണെടുത്ത് കളയാൻ പറഞ്ഞപ്പോൾ
ആ കണ്ണ് കൂടെ എടുത്ത് കളയാൻ പറഞ്ഞ് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതെല്ലാം പ്രിയമാണെങ്കിലും ഇതെല്ലാം ഉപേക്ഷ്യമാണ്. ഇത് പരമപ്രിയമായിരിക്കുന്ന ഏതാണ്? ആത്മാവാണ്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഉണ്ട്. ഇയാൾക്കൊരു മാനഹാനി ഉണ്ടായി, കടുത്ത മാനഹാനി. ഇയാൾ ചെയ്യാത്തൊരു കുറ്റം ഇയാൾ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ട് ഇയാൾ കടുത്ത മാനഹാനി ഉണ്ടപ്പോൾ ഇയാൾ ഒരു കഷ്ണം കയറ് എടുത്ത് തൂങ്ങിയിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് അതിനും പ്രിയപ്പെട്ട ഒരു വസ്തു ഇതിലിരിക്കുന്നതായിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ചാവേണ്ട കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നിന്നും തനിക്ക് പ്രിയം തന്നോടാണ് എന്ന് സ്ഥാപിക്കുക. ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹന്മാരോട് ഉപദേശ പ്രസീത കരുണാനിധി ദീർഘ നമസ്കാരങ്ങളുടെ ജോഗുരു സന്നിധി പ്രാണഞ്ച